കൊച്ചി റിക്രൂട്ട്മെന്റ് കേസിലെ മുഖ്യപ്രതി ഉദുപ് വർഗീസ് അറസ്റ്റിൽ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ്. CBI ആണ് ഉദുപ് വർഗീസിനെ അറസ്റ്റ് ചെയ്തത്. ഉദുപ് വർഗീസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേർന്നുണ്ട്. സമീർ, എങ്ങനെയായിരുന്നു അറസ്റ്റ് വിവരങ്ങൾ? സമീർ, അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? സമീറിലേക്ക് എത്താം. ഉദുപ് വർഗീസ് ഇന്നാണ് അറസ്റ്റിലായത്. കൊച്ചി നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതിയാണ് ഉദുപ് വർഗീസ്. ഇയാളുടെ ഉന്നത ബന്ധം അടക്കമുള്ള വിഷയങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുന്നുണ്ട്. സമീർ, വിശദാംശങ്ങളിലേക്ക്. സൗമ്യ, ഇന്ന് പുലർച്ചെയാണ് ഉദുപ് വർഗീസ് അറസ്റ്റിലായത്. അബുദാബിയിൽ നിന്നുമുള്ള വിമാനത്തിൽ പുലർച്ചെ 3:15 വന്നിറങ്ങുമ്പോഴായിരുന്നു ഇമിഗ്രേഷൻസ് വിഭാഗം ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് CBIക്ക് കൈമാറുകയാണ് ചെയ്തത്. 2014 ഡിസംബർ മുതൽ 2015 മാർച്ച് വരെയുള്ള സമയത്ത് കുവൈത്തിലെ ആശുപത്രിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരെ റിക്രൂട്ട്മെന്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് 300 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അന്വേഷണത്തിൽ CBI കണ്ടെത്തിയിരുന്നത്. പ്രധാനമായും കുവൈത്തിലേക്ക് ഈ നഴ്സുമാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് 19,500 രൂപയാണ് സർക്കാരിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഓരോ ഉദ്യോഗാർത്ഥിയിൽ നിന്നും വാങ്ങാൻ കഴിയുക. എന്നാൽ ഇവർ അതിൽ ആ രേഖകളിൽ കൃത്രിമം കാണിക്കുകയും തുടർന്ന് 19.5 ലക്ഷം രൂപ ഓരോ വ്യക്തിയിൽ നിന്ന് വാങ്ങുകയും അത്തരത്തിൽ 300 കോടി രൂപ സമ്പാദിക്കുകയും ചെയ്തു. ഈ തട്ടിപ്പിനൊപ്പം തന്നെ ഇത് ഹവാല പണമായി വിദേശത്ത് കടത്തുകയും ചെയ്തു. ഈ 2 കേസുകളാണ് ഉള്ളത്. ഇതിൽ മുൻ പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് ആയിട്ടുള്ള L. അഡോൾഫസ് ആണ് 1ാം പ്രതി. ഈ ഉദുപ് വർഗീസ് ഇതിൽ 3ാം പ്രതിയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിനുമായിക്കൊണ്ട് ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ട് CBI പലതവണ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ തള്ളുകയും തുടർന്ന് വിദേശത്ത് തന്നെ നിലയുറപ്പിക്കുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉദുപ് വർഗീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന നടപടികൾ. ഇതേ തുടർന്നാണ് CBI ഇന്റർപോളിന്റെ സഹായം തേടിയത്. തുടർന്നാണ് ഇന്ന് പുലർച്ചയോടുകൂടെ വന്നിറങ്ങുന്ന വേളയിൽ തന്നെ CBI ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CBIക്കൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റും അതോടൊപ്പം തന്നെ ആദായ വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സംഭവത്തിൽ 300 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തുക ഹവാല പണമായി വിദേശത്തേക്ക് കടത്തി എന്നതുമാണ് കേസ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 8 പേർക്കെതിരെയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. അല്പസമയത്തിനകം തന്നെ കലൂരിലുള്ള CBI കോടതിയിലേക്ക് ഈ പ്രതിയെ കൊണ്ടുവരും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സമീർ വഴങ്ങോടാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. MM ഹസന്റെ പ്രസ്താവന സ്ത്രീ സമൂഹത്തിന് അപമാനകരമെന്ന മനുഷ്യാവകാശ പ്രവർത്തക C. ഊർമിള. സ്ത്രീ ശരീരത്തിന്റെ ജൈവപരമായ പ്രത്യേകതകളെ അന്ധവിശ്വാസത്തിൽ തളച്ചിടുകയാണെന്നും ഊർമിള വ്യക്തമാക്കി. മുൻ മന്ത്രി AK ശശീന്ദ്രനെതിരായ ആരോപണത്തിൽ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം ആര് നടത്തണമെന്ന കാര്യം ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കും. ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ടേംസ് ഓഫ് റെഫറൻസും ചർച്ച ചെയ്യും. ശശീന്ദ്രനെതിരെ ഉയർന്ന ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന, ഫോൺ ചോർത്തൽ എന്നീ വിഷയങ്ങൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമോ എന്നതും തീരുമാനിക്കും. എത്രയും വേഗം നിഷ്പക്ഷമായി കേസന്വേഷണം പൂർത്തിയാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ഞായറാഴ്ചയാണ് ലൈംഗിക ആരോപണം ഉയർന്നതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം AK ശശീന്ദ്രൻ രാജിവെച്ചത്. മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട പരസ്പര വിരുദ്ധമായ വാർത്തകൾ പ്രചരിക്കുമ്പോഴും സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇടുക്കിയിൽ. പട്ടയ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമായി സർക്കാരിന്റെ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്തു CPIM ഉൾപ്പെടെയുള്ള പാർട്ടികളും നാട്ടുകാരും പ്രധാന കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മൂന്നാറിലെ ജനങ്ങളെ ഭൂമി കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്നവർക്കെതിരെയുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടത്. കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും രണ്ടായി കാണുമെന്ന സർക്കാർ തീരുമാനത്തെ മലയോര മേഖല 2 കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. സർക്കാരിന്റെ തീരുമാനങ്ങളെ അഭിനന്ദിച്ച് CPIMന്റെ നേതൃത്വത്തിൽ മൂന്നാർ, ചെറുതോണി, കട്ടപ്പന, വണ്ടിപ്പെരിയാർ, അടിമാലി തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മൂന്നാറിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയ കെട്ടിടങ്ങൾക്ക് നിയമസാധുത നൽകിയത് പ്രാദേശിക UDF ഭരണകൂടമാണെന്നും പ്രാദേശിക UDF ഭരണകൂടത്തെയാണ് ചെന്നിത്തല പിരിച്ചുവിടേണ്ടതെന്ന് അടിമാലിയിൽ പ്രകടനത്തിൽ പങ്കെടുത്ത
CPIM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു. 10 വർഷമായിട്ട് ഇവിടെ മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്നത് UDFന്റെ പഞ്ചായത്താണ്. അവിടെ മുഴുവൻ കെട്ടിടങ്ങൾക്കും അംഗീകാരം നിർമ്മിക്കുന്നതിനുള്ള അംഗീകാരം കൊടുത്തിരിക്കുന്നത് UDFന്റെ പഞ്ചായത്താണ്. ആദ്യം അതിനകത്ത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ UDFന്റെ പഞ്ചായത്തിനെ രമേശ് ചെന്നിത്തല പിരിച്ചുവിടുക വേണ്ടത്. കർഷകർ നട്ടുവളർത്തിയ 28 ഇന മരങ്ങൾ മുറിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല. 1977 മുമ്പ് കൈവശമുള്ള സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നതിന് അനുമതി നൽകും തുടങ്ങി ജനോപകാരപ്രദമായ തീരുമാനങ്ങളാണ് സർക്കാർ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മലയാളികളുടെ ഹൃദയത്തിൽ നർമ്മത്തിന്റെ അനശ്വര സുവർണ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച മലയാളിയുടെ പ്രിയതാരം ജഗതി ശ്രീകുമാറിനെ കൈരളി TV ആദരിക്കുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകിയാണ് ഹാസ്യ സാമ്രാട്ടിനെ കൈരളി TV ആദരിക്കുന്നത്. ദുബായ് സബീൽ പാർക്കിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി പുരസ്കാരം സമ്മാനിക്കും. മലയാള സിനിമയിൽ പകരം വയ്ക്കാനാവാത്ത വ്യക്തിത്വം, മലയാള ചലച്ചിത്ര പ്രേമികളുടെ മനസ്സിലെ എക്കാലത്തെയും മികച്ച ഹാസ്യതാരം, ഹാസ്യ ചക്രവർത്തി, ഹാസ്യ സാമ്രാട്ട് എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത വിശേഷണങ്ങൾക്കുടമയാണ് ഈ താരം. സിനിമാ പ്രവർത്തകരുടെയും തലസ്ഥാനവാസികളുടെയും സ്വന്തം അമ്പിളിച്ചേട്ടൻ. മലയാളികളുടെ ഹൃദയത്തിൽ നർമ്മത്തിന്റെ അനശ്വര മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ജഗതി ശ്രീകുമാർ എന്ന വലിയ നടനെ കൈരളി TV പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ദുബായ് സബീൽ പാർക്കിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനുമായ മമ്മൂട്ടി ജഗതി ശ്രീകുമാറിന് സമ്മാനിക്കും. വാഹനാപകടത്തെ തുടർന്ന് വെള്ളിത്തിരയിൽ നിന്ന് ഒരു ഇടവേളയെടുത്ത ജഗതി ശ്രീകുമാർ 5 വർഷത്തിന് ശേഷം ആദ്യമായാണ് പ്രവാസ ലോകത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഏപ്രിൽ 7 ദുബായിൽ നടക്കുന്ന പുരസ്കാര സമ്മാന ചടങ്ങിൽ എത്തുന്നതിന്റെയും പ്രവാസികളുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിന്റെയും സന്തോഷത്തിലാണ് അമ്പിളിച്ചേട്ടനും കുടുംബവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഫംഗ്ഷനിൽ ആക്സിഡൻറ്റിന് ശേഷം പപ്പയെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. പപ്പയ്ക്കൊരു ചേഞ്ചും പപ്പയുടെ മൈൻഡിനൊരു റിലാക്സേഷനും വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വരികയാണ്. അവശതകളൊക്കെ മറന്ന് പ്രവാസികളുടെ സ്നേഹവരവേൽപ്പിനായി കടൽ കടന്നു പോകാൻ പ്രാർത്ഥനയോടെ ജഗതി ശ്രീകുമാറും ഒരുങ്ങുകയാണ്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വേനലിൽ പ്രകൃതിക്കുണ്ടാകുന്ന പലതരം പരിണാമങ്ങൾ നാം കാണാറുണ്ട്. വരൾച്ചയുടെ കാഠിന്യം കൂടുമ്പോൾ ആ മാറ്റങ്ങളും അസാധാരണമാകാം. അത്തരത്തിലൊന്നാണ് തിരുവനന്തപുരം അമ്പൂരിയിലേത്. പുഴ കിണറിലേക്ക് ചുരുങ്ങിയതിന്റെ പ്രത്യാഘാതം ഏറ്റുവാങ്ങുകയാണ് ഇന്നീ ഗ്രാമം. പുഴയുടെ കണ്ണീരാണ് ഇന്ന് ഒരു നാടിന്റെ കുടിനീർ. ഈ ചെറിയ കിണറിലേക്ക് ചുരുങ്ങും മുമ്പ് അവൾ സമൃദ്ധയായി ഒഴുകിയിരുന്നു. അത് ഏറെക്കാലത്തിനപ്പുറമല്ല, ഏതാനും ദിവസങ്ങൾക്കു മുമ്പ്. ആ കാഴ്ച ഇന്ന് നമ്മെ അത്ഭുതപ്പെടുത്തും. തിരുവനന്തപുരത്തെ അമ്പൂരി എന്ന ഗ്രാമത്തിന്റെ ആശ്രയവും അഭിമാനവുമായിരുന്ന പന്തപ്ലാമൂട് പുഴയാണ് വേനലിന്റെ കാഠിന്യത്തിൽ ദിവസങ്ങൾക്കകം മെലിഞ്ഞില്ലാതായത്. 4 മാസം മുമ്പ് 4 ആൾ പൊക്കത്തിൽ വെള്ളമൊഴുകിയിരുന്ന മണ്ണിൽ ഇന്ന് 3 ആൾ താഴ്ചയിലാണ് ജലനിരപ്പ്. പാലം മുട്ടി ഒഴുകിയിരുന്ന വെള്ളം പിൻവാങ്ങിയിട്ട് ഏകദേശം 1 മാസത്തിൽ കൂടുതലായി. അമ്പൂരിയുടെ വരൾച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്ന വെറും തൂണുകൾ. പുഴ ഒഴുകിയ സ്ഥാനത്തുള്ള ഈ കിണർ മാത്രമാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ ഏക കുടിവെള്ള സ്രോതസ്. ആറ്റിന്റെ കരയിലൊക്കെ ഓരോ കുഴികൾ കുത്തി ഓരോരുത്തരും, അത് വെറും നാറ്റമാണ്, ഈ ഓരവ, അപ്പൊ കുടിക്കാൻ ഒക്കില്ല. അതുപോലും ഇല്ല. വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുളിക്കാനൊക്കെ വെള്ളമൊന്നുമില്ല, കുടിക്കാനും വെള്ളമില്ല. അന്നൊക്കെ നമ്മുടെ കണ്ടത്തിലൊക്കെ ഒരു കുഴിയൊക്കെ കുഴിച്ചാലൊക്കെ വെള്ളം കിട്ടുന്നതാണ്. ഇപ്പൊ കണ്ടത്തിലൊക്കെ കുഴിച്ചാലും അന്നേരം കാണും, പിന്നെ അങ്ങ് പറ്റി താന്നു പോകും. ഇപ്രാവശ്യം ഇത്രയും കഷ്ടം ഒരു നിവർത്തിയില്ല. നിറഞ്ഞൊഴുകുന്ന നല്ല നാളുകൾ സ്വപ്നം കണ്ട് മഴ കാത്തിരിക്കുകയാണ് ഇന്ന് ഈ പുഴയും ഒരു ദേശവും. കേരളം നേരിടുന്ന കൊടും വരൾച്ചയുടെ ഉത്തമോദാഹരണമാണ് അമ്പൂരിയിലെ വറ്റിവരണ്ട ഈ പുഴ. ഇതുപോലൊരു വരൾച്ച ഇതാദ്യമായാണെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്പൂരിയിൽ നിന്നും ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ.
മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക്. സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ മുഴുവൻ സമയവും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സജീവമാണ്. UDF സ്ഥാനാർത്ഥി ഇന്ന് മഞ്ചേരിയിലും LDF സ്ഥാനാർത്ഥി കൊണ്ടോട്ടിയിലുമാണ് പര്യടനം നടത്തുന്നത്. NDA സ്ഥാനാർത്ഥി മലപ്പുറം വേങ്ങര മണ്ഡലങ്ങളിലും വോട്ടർമാരെ കാണും. UDF-നേക്കാൾ 3 ദിവസം വൈകിയാണ് LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെങ്കിലും സ്ഥാനാർത്ഥി MB ഫൈസൽ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഒരു റൗണ്ട് പ്രചാരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വോട്ടർമാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനാണ് അടുത്ത ഘട്ടത്തിൽ ശ്രമം. ഫൈസൽ ഇന്ന് കൊണ്ടോട്ടി മണ്ഡലത്തിലാണ് വോട്ടർമാരെ കാണുന്നത്. UDF മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കിയാണ് പ്രചാരണം നടത്തുന്നത്. മണ്ഡലത്തിൽ ആവേശകരമായ പ്രതികരണമാണുള്ളതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പൂർണ്ണ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്നു. പ്രതികരണങ്ങളുടെ പ്രതികരണം പൂർണ്ണമായും UDF-ന് അനുകൂലമായിട്ടാണ്, ശ്രീ കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായിട്ടാണ്. മഞ്ചേരിയിലെ PK കുഞ്ഞാലിക്കുട്ടിയുടെ പര്യടനത്തിന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് മലപ്പുറത്തുണ്ട്. NDA സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് മലപ്പുറം വേങ്ങര മണ്ഡലങ്ങളിലാണ് പര്യടനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നിരപരാധിത്വം തെളിഞ്ഞാൽ ശശീന്ദ്രനെ വീണ്ടും മന്ത്രിസ്ഥാനത്തെത്തിക്കുമെന്ന് NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ. ശശീന്ദ്രനെതിരായ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണമോ, തോമസ് ചാണ്ടിയെ മന്ത്രിയായി നിർദ്ദേശിക്കണമോ എന്ന് NCP ദേശീയ നേതൃത്വം പിന്നീട് തീരുമാനിക്കുമെന്നും ശരത് പവാർ വ്യക്തമാക്കി. സത്യസന്ധനെ കുടുക്കിയെന്നാണ് പാർട്ടി പൊതുനിലപാട്. പുതിയ മന്ത്രിയായി തോമസ് ചാണ്ടിയെ നിശ്ചയിച്ച സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം മുതിർന്ന നേതാവ് പീതാംബരം മാസ്റ്റർ ദില്ലിയിലെത്തി ശരത് പവാറിനെ കണ്ട് നേരിട്ടറിയിച്ചു. പക്ഷേ തീരുമാനം ഉടൻ അംഗീകരിക്കാൻ പവാർ തയ്യാറായില്ല. പകരം NCP ദേശീയ പാർലമെന്ററി ബോർഡ് തിങ്കളാഴ്ചയ്ക്കകം യോഗം ചേർന്ന് ആലോചിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2 വഴികളാണ് NCPക്ക് മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. ശശീന്ദ്രനെതിരായ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കുക, അല്ലെങ്കിൽ തോമസ് ചാണ്ടിയെ മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുക. The NCP's particular ministry is now vacant. So we have to take some view whether we should fill that vacancy immediately or should we wait for the judicial committee's report. ശശീന്ദ്രനെ പൂർണ്ണമായും പിന്തുണച്ച NCP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ സത്യസന്ധനെ കുടുക്കിയെന്നാണ് പൊതുനിലപാടെന്ന് വ്യക്തമാക്കി. അന്വേഷണത്തിൽ നിരപരാധിത്വം തെളിഞ്ഞാൽ ശശീന്ദ്രനെ വീണ്ടും മന്ത്രിസ്ഥാനത്ത് കൊണ്ടുവരുമെന്നും പവാർ മാധ്യമങ്ങളെ അറിയിച്ചു. Judicial inquiry's report came in favor of Shashindran. Then there is no question. We have to induct him in government. ജുഡീഷ്യൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാകണം, നീണ്ടുപോകരുത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.